എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നല്ല മഴ, ഔലിയാക്കന്മാരുടെ മഹത്വം ഇന്നിപ്പോ ഞാനിപ്പോ നേരിട്ട് അനുഭവിച്ചിട്ട് വരുന്ന ആളാ. ഞാൻ ഈ പരിപാടി ഇന്ന് രാവിലെയാണ് എൻ്റെ നാട്ടില്, ഇന്നലെ കർണാടകയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ്. സത്യം പറഞ്ഞ ഈ പരിപാടിയുടെ കാര്യം തന്നെ എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഷിഹാബക്കാടെ മെസ്സേജ് കണ്ടപ്പോഴേ ഇങ്ങനെ ഒരു പരിപാടി, ഞാനപ്പോ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന്. കാരണം ഈ മഴയും വെള്ളപ്പൊക്കവും. ഞാൻ ഇന്ന് ഇവിടുന്ന് പരിപാടിക്ക് വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി വരുന്ന വഴിയിൽ പടച്ചോനെ വെള്ളത്തിനകത്ത് പോയി ഇറങ്ങിക്കൊടുത്തു. നല്ല വെള്ളക്കെട്ട, എനിക്കറിയാം ആലപ്പുഴ ജില്ലയുടെ പരിസരങ്ങളൊക്കെ നല്ല വെള്ളത്തിനകത്ത് പെട്ടുപോയപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഇത്ര വെള്ളമുള്ള, അപ്പുറം കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വണ്ടി മുങ്ങുന്ന രീതിയിൽ വെള്ളത്തിനകത്തൂടെ മാക്സിമം എങ്ങനെ പോയിന്നറിയില്ല. അവസാനം ചെന്നൊരു പാലത്തിന്റെ മുകളിൽ കയറിയപ്പം പറഞ്ഞു, ഇതിനേക്കാളും ഇരട്ടി വെള്ളം അപ്പുറത്തോട്ട് കിടക്കണം, ഇതിലെ ചെയ്ത്താനും കടലിൽ നിന്ന് നടക്കണം പറഞ്ഞാൽ അവിടെ ആയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഷിഹാബക്കായ്ക്ക് നല്ല വീഡിയോ അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അത്രയ്ക്കും നല്ല വീഡിയോ വെള്ളത്തിനകത്ത്. പിന്നെ പടച്ചോനെ എങ്ങനെയെങ്കിലും വണ്ടി അവിടെ ഇട്ടിട്ട് വരാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും തിരിച്ചു കയറണ്ടേ. ആ പോയ വെള്ളത്തിന്റെ അകത്ത് കൂടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയ സങ്കടമാണ്. പിന്നെ വിളിക്കാൻ പറ്റുന്ന മഹാന്മാരെയൊക്കെ വിളിച്ച് ഫാത്തിഹ ഓതി അൽഹംദുലില്ലാ എങ്ങനെയെങ്കിലും തിരിച്ചു കയറണം. അത്രയും പ്രയാസപ്പെട്ടു. അപ്പൊ ഞാൻ ഔലിയാക്കന്മാരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹു നമ്മളെയൊക്കെ മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇവിടെ ഇങ്ങനെ ഓതിയാണെങ്കിൽ എങ്ങനെങ്കിലും വണ്ടി ഓഫാകാതെ ഒന്നിക്കര വരെ എത്തിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഇൻഷാ അല്ലാഹ് ട്രെയിനെങ്കിലും ട്രെയിൻ ഇത്തിരി താമസിച്ചാണെങ്കിലും അൽഹംദുലില്ലാ, വരാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്തിരി താമസിച്ചാണ് വരുന്നത്. അൽഹംദുലില്ലാ, എന്തായാലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഒരു മകനെ അള്ളാഹു എനിക്ക് തന്നല്ലോ എന്ന് സന്തോഷത്തോടെ പറയുന്ന മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഖുർആൻ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മക്കളെന്ന് പറയുന്നത് ചില മാതാപിതാക്കൾക്ക് ഫിത്നയാണ്, നഷ്ടമാണ്, നാശമാണ്, സങ്കടമാണ്. അവസാനം മക്കൾ കാരണം നരകത്തിലേക്ക് പോകുന്ന ചില മാതാപിതാക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നേ? എത്രയോ പേർക്ക് എന്തെല്ലാം പറ്റുന്നു, മരണപ്പെട്ടു പോകുന്നു. എന്തിനാ പടച്ചവനെ ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നത് എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യമായ ആ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അവര് വളരുന്നത് കാണുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ഈ മക്കൾ ഇങ്ങനെ ആയി പോകാൻ അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മക്കള് തലതിരിഞ്ഞതിന്റെ പേരിൽ മക്കളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മളുടെ പോരായ്മകൾ കൂടെ മനസ്സിലാക്കാൻ കഴിയണം. നമ്മളുടെ മക്കൾ ഇങ്ങനെ ആയി പോകാനുള്ള കാരണമാരാ? എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, ആ ദീന് പറഞ്ഞു തരാത്ത ഒന്നും ലോകത്തില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു തരാത്ത ഒന്നുമില്ല. ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്ത അദാബുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം. അള്ളാഹു തന്നെ പറയുന്ന ഹസ്വനുൽ ഖസസ്, ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ചരിത്രം കാണാം. അത് ആരുടെ ചരിത്രമാണ്? അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആന് 114 സൂറത്തുകൾ 6600 പരം വരുന്ന ആയത്തുകളിലൂടെ ഞാനും നിങ്ങളെ കണ്ണോടിച്ചു നോക്കിയാൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാ. ആ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പറയുന്നു ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ ചരിത്രം ആരുടെ ചരിത്രം എന്നറിയുമോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രമാണ്. ആ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? 12 മക്കളെ വളർത്തിയ വാപ്പയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം.
12 മക്കളുടെ വാപ്പയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കളെ വളർത്തിയതെന്ന് ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് മക്കളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവരെ വളർത്തേണ്ടതെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. സാധാരണ ഒരു പ്രവാചകനല്ല, വല്ലാത്ത ക്വാളിറ്റിയുള്ള പാരമ്പര്യം മുഴുവനും പ്രവാചക പാരമ്പര്യമുള്ള പ്രവാചകനാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പര എടുത്തു നോക്കൂ. യാക്കൂബ് നബിയുടെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. പടച്ചവനെ ആ പരമ്പരകളെ തിരഞ്ഞു നോക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പരമ്പരയാണ് മുകളിലേക്ക് നോക്കിയാൽ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി അലൈഹിസ്സലാം. പടച്ചവനെ അവിടെ നിന്നതാ പരമ്പരകൾ അവസാനം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ വരെ നീണ്ടു നിൽക്കുന്ന വല്ലാത്ത ഒരു പരമ്പരയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പറയാനുള്ളത്. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറഞ്ഞു തരികയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞ യാക്കൂബ് നബിയെ പോലെയാകണം. യാക്കൂബ് നബിയെ പോലെ ഒരു പിതാവാകാൻ കഴിഞ്ഞാൽ ആ മക്കളെ കാരണം ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ, യാക്കൂബ് നബിയുടെ ബറക്കത്ത് കൊണ്ട് ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസാക്കണേ അല്ലാഹ്. ആരാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം? ആരാണ് ആ യാക്കൂബ് നബിയുടെ പ്രത്യേകത? എന്താണ്, എങ്ങനെയാണ് തന്റെ പൊന്നാര മക്കളെ വളർത്തിയതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ഒന്നാമതായി വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചിരുത്തി ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ ഒരു പ്രത്യേകത, തന്റെ മക്കളെ ഉപദേശിക്കുമായിരുന്നു. ആദ്യമായിട്ട് യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്തെന്നറിയോ? തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയാ, തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തു. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്താണ്? അവിടെ നിന്ന് തന്റെ പൊന്നാര മക്കളെ വിളിച്ചു നിർത്തികെട്ട് പറഞ്ഞു, മക്കളെ, ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല, ഇഷ്ടമുള്ളത് തിന്നും കുടിച്ചും മതിമറന്നു ജീവിക്കാനുള്ളതല്ല. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, മക്കളെ, നിങ്ങൾക്കൊരു ദീനുണ്ട്, നിങ്ങൾക്കൊരു മതമുണ്ട്, നിങ്ങൾക്കൊരു ആദർശമുണ്ട്. ആ ആദർശമനുസരിച്ച് വേണം ജീവിക്കാൻ. തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ ദീന് പറയുന്നത് പോലെ വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. യജമാനനെ പടച്ച റബ്ബാണ്. ആ പടച്ച റബ്ബ് പറയുന്നത് പോലെ വേണം ജീവിക്കാൻ. തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല, തോന്നുന്നത് പോലെ നടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ദീനനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മക്കൾക്ക് ഒരു വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ദീനിനെ കുറിച്ചാണ്, അല്ലാഹുവിനെ കുറിച്ചാണ്, വിശ്വാസങ്ങളെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അവസാനം തന്റെ മരണസമയമെടുത്തു. ജീവിച്ചിരിക്കുന്ന കാലത്ത് പടച്ചവനെ തന്റെ മക്കൾക്ക് പടച്ചവനെ കുറിച്ച് പരിചയപ്പെടുത്തി, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തി. എന്നിട്ട് മരണത്തിന്റെ സമയമെടുത്തപ്പോ തന്റെ പൊന്നാര മക്കളെ മുഴുവനും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ചോദിക്കുകയാണ്, അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാദാ തഅബുദൂന മിൻ ബഅദീ
തന്റെ പൊന്നാര മക്കളെ വിളിച്ചിരുത്തിയിട്ട് പിതാവ് ചോദിക്കുന്ന മക്കളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടതെന്ന്, ഏത് മതമാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാപ്പ മരിക്കാൻ പോവുകയാണ്, വാപ്പ മരിക്കാൻ പോവുകയാണ്. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞ എന്റെ പൊന്നുമക്കൾ ആരെയാണ് ആരാധിക്കുന്നത്? അങ്ങോട്ട് ചോദിക്കുകയാണ്. അവരെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചോദ്യം കേട്ടപ്പോ മക്കള് പറഞ്ഞ മറുപടി, വാപ്പാ വാപ്പ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ടൊന്നുമില്ല പിതാവേ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ പാരമ്പര്യമായി കൈമാറി വന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു അണുമണി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. നിങ്ങൾ ആരെയാണോ ആരാധിച്ചത്, ഏത് റബ്ബിനെയാണോ ആരാധിച്ചത്, അതേ റബ്ബിനെ തന്നെയാ ഞങ്ങളും ആരാധിക്കുന്നത്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കളുടെ മറുപടി കേട്ടപ്പോ അവിടെ നിന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷവാനായി ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ആദ്യമായിട്ട് മക്കളോടുള്ള കടമ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തലാ, ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, ആദർശത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ആദർശമെന്ന് പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ആദർശമെന്ന് പറയും, ആദർശം പറഞ്ഞു കൊടുക്കൽ ഉസ്താദന്മാരുടെ പണി മാത്രമല്ല. ആദർശമെന്ന് പറഞ്ഞു കൊടുക്കൽ, ആദർശം പഠിപ്പിച്ചു കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ്, 1500 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന അവസാന പ്രഭാഷണത്തിൽ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ദീൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ ബല്ലിഗാനി വലവായ, ഇന്നിവിടെ നിന്ന് നിങ്ങൾ കേട്ട ഈ ദീനുണ്ടല്ലോ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി പകർന്നു കൊടുക്കണം. അങ്ങനെ ഏതു ഭാഗത്തേക്കാണോ അവരുടെ കുതിരകൾ നിന്നത്, ആ ഭാഗത്തേക്ക് അവർ പ്രബോധനവുമായി കടന്നു പോവുകയാണ്. അങ്ങനെ പ്രവാചകന്റെ സഹാബത്ത് അതാ പ്രബോധനമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയി. പരമ്പരകൾ കൈമാറി കൈമാറി ആ ദീനുണ്ടല്ലോ, ആ ആദർശമുണ്ടല്ലോ, നിന്റെ വാപ്പയിലൂടെ നിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാ. ആ ആദർശം നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കല് നിന്റെ കടമയാണ്. ആദർശമെന്ന് പറഞ്ഞാൽ അമാനത്താ. വാപ്പ ആദർശമെന്ന് പറയുന്നത് അമാനത്താ. അത് പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്, കടപ്പാടാണ്. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം സഹോദരാ. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് പടച്ചവനെ ആദർശം എന്താണെന്ന് ഒരാൾക്ക് പോലും അറിയില്ല. ഒരു വീടിന്റെ അകത്ത് പോലും ഒത്തൊരുമയില്ലടോ. വാപ്പയ്ക്ക് ഒരു ആദർശമാണ്, ഉമ്മയ്ക്ക് മറ്റൊരാദർശമാണ്, മക്കൾക്ക് മറ്റൊരാദർശമാണ്. പടച്ചവനെ വീടിന്റെ അകത്ത് പോലും പരസ്പരം വിശ്വാസത്തിന്റെ വിഷയത്തിൽ യോജിപ്പില്ലാതെ പോവുകയാണ്. വീടിന്റെ അകത്ത് പോലും പരസ്പരം തല്ലാണ്. പടച്ചവനെ അതാ റമളാൻ വരുമ്പോ, നബിദിനം വരുമ്പോ, തറാവീഹ് വരുമ്പോ, പടച്ചവനെ അതാ ഓരോ ദിനങ്ങൾ കടന്നു വരുമ്പോഴും റജബും ശഅബാനിലൊക്കെ നോമ്പുകളൊക്കെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്ത് പോലും വാപ്പയും ഉമ്മയും പരസ്പരം തർക്കമാണ്. ഒരാള് പറയുന്നു ഇല്ല എന്ന്, ഒരാള് ചോദിക്കുന്നു തെളിവെവിടെ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി, അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവേ പഠിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഒരു വാപ്പ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആദർശം അതൊരു അമാനത്താടോ? ദീനെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും മക്കൾക്ക് പരിചയപ്പെടുത്തണം. ഇത് വാപ്പയുടെ ജോലിയാ. അതിന് വാപ്പയ്ക്ക് ആദ്യം ദീൻ അറിയണ്ടേ? വാപ്പയ്ക്ക് ഇങ്ങനെ ചാടി നടക്കാൻ ഒരു വീടിന്റെ അകത്തു പോലും പടച്ചവനെ തറാവീഹ് 20 8 അടി നടക്കുക. ഇപ്പൊ റബീഉൽ അവ്വൽ വരുന്നു, നബിദിനം ഉണ്ടോ ഇല്ലേ, മൗലിദുണ്ടോ ഇല്ലേ, എല്ലാത്തിലും തർക്കം. ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്.
ഈ കള്ളുകുടിയും കഞ്ചാവും ലഹരിയൊന്നും അല്ലടോ. നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ മക്കൾ അവർക്ക് ദീനുമായിട്ട് ബന്ധമില്ലാതെ പോകുന്നു. അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്നത് വേറെ പല രീതിയിലൂടെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും. എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 വിഭാഗം. നമ്മൾ മറ്റുള്ളവന്റെ കാര്യം പറയണ്ട, നമ്മൾ എന്തിനാ വല്ലവന്റെ കാര്യം പറയുന്നേ? 73 വിഭാഗമാകും എന്റെ സമുദായം. ആ 73-ൽ 72 നരകത്തിലാണ്. ആകെ സ്വർഗത്തിൽ പോകുന്നത് ഒരേ ഒരു വിഭാഗം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആകെ സ്വർഗത്തിൽ പോകുന്ന എത്ര വിഭാഗം? ഒരേ ഒരു വിഭാഗം. ബാക്കി 72 നരകത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ച ഈ 72 പറയും ഞങ്ങളാണ്. ഈ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാ? ഒരു ദിവസം 2 വഖത്ത് നമസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്നവനും പറയും ഞങ്ങളാ. ഈ മഹാന്മാരെ കുറ്റം പറയുകയും കളിയാക്കുകയും ചെയ്യുന്നവനും പറയും ഞങ്ങളാ. ഇവിടെ എല്ലാവരും പറയുന്ന ഞങ്ങളെന്നാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പറയുന്നു ഞങ്ങൾ മാത്രം. ബാക്കിയുള്ളവരൊക്കെ പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ എല്ലാവരും ഒന്നും പോകില്ല. ആ 72 കാരണം ഇന്നത്തെ കുട്ടികൾ പ്രഭാഷണങ്ങൾ, ഏതെങ്കിലും പ്രഭാഷണ ക്ലിപ്പുകളോ ഏതെങ്കിലും മലയാള പുസ്തകങ്ങൾ വായിച്ചിട്ടല്ലടാ മക്കളെ ദീൻ പഠിക്കേണ്ടത്. ഇതറിയില്ല മക്കൾക്ക്, അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് ദീൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാർ, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാർ, ആ പരമ്പരകൾ കൈമാറി വന്നിരിക്കുന്ന പരിശുദ്ധമായ ദീൻ, ആ ആദർശം, ആ പരമ്പരകൾ കൈമാറി വന്നിരിക്കുന്ന പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ആ ആദർശം അവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ സുന്നികൾ എന്ന് വിളിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ കടന്നു പോകുന്ന ഒരു വിഭാഗം അവര് തന്നെയാ. അതിലാർക്കും സംശയമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞ വാക്കുകൾ കാലം മാറുന്നതിനനുസരിച്ച് പറഞ്ഞ വാക്കു മാറ്റുന്നവരല്ല സുന്നികൾ. പറഞ്ഞെടുത്ത് തന്നെ നിൽക്കും. എത്ര കൊല്ലം കഴിഞ്ഞാലും പറഞ്ഞെടുത്ത് തന്നെ ആ പറഞ്ഞ ആദർശത്തിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കൂല, മാറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ കുട്ടികൾ വല്ലാതെ പേടിക്കണം. കാരണം ഇന്നത്തെ കുട്ടികൾ വല്ലാതെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, അമിതമായി ചിന്തിക്കുന്നു, കടന്ന് ചിന്തിക്കുന്നു. 2 ദിവസം മുമ്പ് ഒരു സഹോദരനെ വിളിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഓൻ എന്റെ അടുത്തൊരു സംശയം ചോദിച്ചു. എടാ, ഞാൻ പറഞ്ഞു അള്ളാന്റെ ഖുർആനിലുള്ളതല്ലേ, ഖുർആനിൽ തെറ്റുപറ്റിയാ തിരുത്തണ്ടേ ഉസ്താദെ? അപ്പൊ ഞാൻ ചോദിച്ചു, നീ ആരെയാടാ തിരുത്തുന്നത്? അള്ളാനെ തിരുത്താൻ വരെ തയ്യാറാകുന്ന മക്കൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തിയടോ? എവിടെ എത്തി? നമ്മൾ പേടിക്കണം. ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ, ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ചോദിക്കും, ഉസ്താദെ, ഈ പറയുന്ന വിഭാഗത്തിന്റെയൊക്കെ ഏറ്റ തലപ്പത്തിലിരിക്കുന്ന തങ്ങളും ഉസ്താദന്മാരൊക്കെ അല്ലേ, നിങ്ങളെ പോലെ താടിയും തഴമ്പുള്ളവരൊക്കെ അല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, താടിയും തഴമ്പും നോക്കിയിട്ടല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം ഇതിന്റെയൊക്കെ തലപ്പത്തിലിരിക്കുന്ന ആൾക്കാർ മുഴുവനും താടിയും തഴമ്പും നിസ്കാരത്തഴമ്പും കയ്യിൽ ഷാളും തസ്ബീഹും എല്ലാം കൊണ്ട് നടക്കുന്നവരാ. പക്ഷെ എല്ലാത്തിനെയും ഒന്നും പരിഗണിക്കാൻ പറ്റൂല. എല്ലാവരെയും ഒന്നും പരിഗണിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ അതൊരു ആലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറയട. ആരാ? പച്ച മലയാളം പറ. ആരാ? ഉസ്താദന്മാര്. ആരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാ? അസൂയ നോക്കിയപ്പോ പറയാൻ ഒരു മടി പോലെ പറ. ആരാപ്പാ? ആരാ താത്തന്മാരെ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നശിച്ചവനാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു പേടി. ആരാ താത്താമാരെ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും വൃത്തികെട്ടവനും ആലിമ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും മോശമായവനും ആലിമ തന്നെയാ. അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അള്ളാഹു ഞങ്ങളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പൊ നേരം വെളുത്ത് കഴിഞ്ഞാൽ മൊത്തം മൊബൈൽ എടുത്തോണ്ടിരിക്കുക, ദിക്റ്, ക്ലാസ്, സ്വലാത്ത്, വേറെ പണിയൊന്നും ഇല്ല എനിക്കൊന്നും. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണം എല്ലാം കളിയാന്ന്? ഈ ദിക്റും സ്വലാത്തൊക്കെ ഓരോന്നിനും ഓരോ സ്ഥാനവും മഹത്വം ഉണ്ട്. ഇന്ന് പബ്ലിസിറ്റിയുടെ കാലവാ. ഇന്ന് അവിടെ ഒരു തങ്ങളുണ്ട് കേട്ടോ, അവിടെ ഒരു ഉസ്താദ് ഉണ്ട് കേട്ടോ, ചുട്ട കോഴിയെ പറപ്പിക്കും, ആളെ നിർത്തിയിരിക്കുക പറഞ്ഞു വരുത്താൻ. നിങ്ങളിങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാം, അവിടെ പോയാൽ മതി, അവിടെ പോയാൽ മതി, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ വേണ്ടി ആള് ഓൺലൈനിൽ കാര്യം താടിയും തഴമ്പും ഉണ്ടെങ്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പടച്ചവൻ ആരിരുന്നാലും നിങ്ങൾ കൂടെ ഇരിക്കും. അങ്ങനെ ആയിപ്പോയി നിങ്ങളുടെ അവസ്ഥ. ലൈവാണോടാ റാഫി? അൺലിസ്റ്റ് അല്ലേ? കുഴപ്പമില്ല, ക്ലിപ്പ് ഇറങ്ങുന്ന എവിടാന്നറിയില്ല. നാളെ എന്റെ തന്തയ്ക്കും വിളിക്കും. കാരണം ഞാൻ ഉള്ളത് പറയും, അള്ളാഹുദ്ദീൻ പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇരിക്കും. എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ ദിക്റും ദുആ എന്തോ പുണ്യകർമ്മം ചെയ്യണ പോലെ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും ഓരോ സ്ഥാനവും ഓരോ കാര്യങ്ങളുണ്ട്. പെങ്ങളെ ചുമ്മാതെ ചെയ്യാനുള്ള കാര്യമല്ല. നീ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാ ഇപ്പൊ നിങ്ങളൊക്കെ തലയിലും തുണിയിട്ട് ഫർദായി വിട്ട് അദബും മര്യാദയോടുകൂടി ഈ മജ്ലിസിൽ ഇരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ ഇരിക്കുന്നത് എന്താണ്? ഈ ഇരിക്കുന്ന ഇൽമിന്റെ മജ്ലിസ. ഇവിടെ ആരും നിലവിളിക്കുന്നില്ല, ബഹളം വെക്കുന്നില്ല, തലേ തുണിയുണ്ട്, ഫർദയുണ്ട്, അദബുണ്ട്, മര്യാദയുണ്ട്. എന്നാൽ നിങ്ങൾ നാളെ രാവിലെ വീട്ടിൽ പോയി നോക്കിക്കേ, അടുക്കളയിൽ ചെമ്പിന്റെ സൈഡിൽ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഇത് തെക്കും വടക്കും നടക്കും, തലയിലുമില്ല. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. വീടിന്റെ സൈഡിൽ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ തെക്കു വടക്ക് നടക്കാം, അതിനിടെ എന്തെല്ലാം പണി ചെയ്യും. ഇതൊരു ഒരു മജ്ലിസ് എന്ന് പറയും, അതിനൊരു സ്ഥാനമുണ്ട് പെങ്ങളെ. എന്തിനുണ്ടല്ലോ, നീ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്ക്. അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നിട്ട് നീ ചെയ്യ, അതൊക്കെ നല്ല കാര്യം. അതിനപ്പുറം നീ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് എന്താണോ ഒന്നോ പടച്ചോനെ, പണ്ട് ഒരു ചരട് ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുക്ക വരും, അങ്ങനല്ലേ? ഒരു ചരട് ഓണെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോവില്ലേപ്പാ? നിങ്ങൾ എന്തോ പോവില്ലേ? ഉസ്താദ് ഇത്തിരി വെള്ളം ഓതിത്താന്ന് പറഞ്ഞ് പോവില്ലേ? ഇപ്പൊ ആരെങ്കിലും പോകുന്നുണ്ടോ? എന്റെ വീടിന്റെ പരിസരത്ത് ഞാനൊരു വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാളെ കാണാൻ പോയി. അവിടെ പോയപ്പോ അയൽവാസിയായ താത്ത ഓടി വരുന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, എടി എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും തിന്നുന്നില്ലെന്ന്. അല്ല, 2 ദിവസമായിട്ട് എന്റെ ആടൊന്നും കഴിക്കുന്നില്ലെന്ന്. ഉടനെ മോളെ ആ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. പെണ്ണകത്ത് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നു. എന്നാ ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി പറഞ്ഞങ്ങ് വിട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നീട് ചോദിച്ചു, ആ വെള്ളം ഏതാന്ന്? ആ എടുത്തു കൊടുത്ത വെള്ളം ഏതാന്ന് ചോദിച്ചപ്പോ അത് രാവിലെ ഏതോ ഓൺലൈനിൽ ഇരുന്ന് മജ്ലിസിൽ ഇരുന്ന് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതോ ഓൺലൈനിലൂടെ കേട്ടിട്ട് ഓതി വെച്ച വെള്ളം. എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ? എന്തിനാ നീ ഉസ്താദന്മാരുടെ ഒക്കെ പുറകിൽ പോകുന്നത്? എന്തിനാ? നിനക്ക് തന്നെ ഒരു ആയത്തെ കുറിച്ച് ഓതിയാ പോരെ? എന്തിനാ ഈ വേറെ ഓതാൻ നടക്കുന്നത്? ഈ മൊബൈലിലൂടെ ഒക്കെ നോക്കിയിട്ട് ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതിയാ പോരെ? അതിനേക്കാളും വലിയ മരുന്നൊന്നും ഇല്ലല്ലോ. ഫാത്തിഹ ഓതിയാ പോരെ? ഒരു ആയത്തിൽ കുറിച്ച് ഓതിയാ പോരെ? നീ എന്തിനാ ഈ ഷോ കാണിക്കുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്ന കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ പബ്ലിസിറ്റിക്ക് നിൽക്കുന്നവരുടെ അടുത്ത് പോകേ ചെയ്യരുത്. അള്ളാന്റെ ഔലിയാക്കന്മാർ ആരെന്നറിയോ? മഹാന്മാർ ആരെന്നറിയോ? അവരുടെ കറാമത്തുകൾ മറ്റുള്ളവർ അറിയുന്നത് അവർ ആഗ്രഹിക്കില്ല. ഇത് പരസ്യം കൊടുക്കാൻ നിൽക്കിയ ആള്. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാരായ ആലിമി, അവരുടെ കറാമത്തുകൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ കറാമത്തും മറ്റുള്ളവർ അറിയുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനൊരു ചരിത്രം പറയാം, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ മഴയില്ല, വല്ലാത്ത ക്ഷാമം. മഴയില്ലാതെ വല്ലാതെ ക്ഷാമമായപ്പോ മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ പെയ്തില്ല. അന്ന് രാത്രി ഒരാള് പള്ളിക്കകത്ത് കിടക്കുകയാ. ഒരാള് പള്ളിക്കകത്ത് കിടക്കുന്ന സമയം മുടിയൊക്കെ ജടപിടിച്ച കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരു കുള്ളനായ മനുഷ്യൻ, കറുത്ത ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നു. നേരെ വന്നിട്ട് 1-ാമത്തെ സഫിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഇബാദത്തെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കി, പടച്ചോനെ, ഒരാള് പള്ളിക്കകത്ത് കിടക്കുന്നുണ്ട്, ഓൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു മിണ്ടാതിരുന്നു. അവസാനം ഉറങ്ങി എന്ന് മനസ്സിലായപ്പോ അനക്കൊന്നുമില്ല, മിണ്ടാതെ കിടക്കുന്നു. അപ്പൊ ഉറങ്ങി എന്നുള്ള ധാരണയിൽ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഈ കൈ താഴ്ത്തിയിട്ട് ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് നീ മഴ തന്നിരിക്കണം. അള്ളാഹിനോട് പറയാ, പടച്ചവനെ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദുആ ചെയ്തിട്ട് എഴുന്നേക്കുന്നതിന് മുമ്പ് നീ മഴ തരണം. ഈ കിടക്കട ചങ്ങാതി ചിരിക്ക, ഇവൻ ആരാടാ? ഇന്ന് നേരം വെളുത്തപ്പോ ഈ നാട് മുഴുവനും അള്ളാന്റെ മുമ്പിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല. ഇവൻ ആരടാ? ഒരൊറ്റ ഇരുത്തിട്ട് ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് മഴ വേണമെന്ന് അള്ളാനെ കൽപ്പിക്കുന്ന ഇവൻ ആരാ? ചിരി വന്നു എനിക്ക്. അദ്ദേഹം പറയാ, എനിക്ക് ചിരി വന്നു, മിണ്ടാതെ കിടന്നു. അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ദുആ ചെയ്തിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ മഴ പെയ്തു. അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പേ മഴ പെയ്തു. ചോദിച്ചതുപോലെ മഴ പെയ്തു. ഉടനെ എഴുന്നേറ്റു, നിസ്കാരം തുടങ്ങി. സുബഹി വരെ ഇബാദത്ത്. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ പുറകിൽ ഇങ്ങനെ പോയി. നടന്ന് അവസാനം വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ചങ്ങാതി നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ ആരാ, നിങ്ങൾ ദുആ ചെയ്തപ്പോഴാണ് മഴ പെയ്തത്. ഞാൻ കേട്ടു, ഞാൻ ഉറങ്ങിയില്ല. നിങ്ങൾ ദുആ ചെയ്തപ്പോഴാണ് മഴ പെയ്തത്. നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല. ആരാ? മണ്ണ് കല്ലു വാരിയിട്ട് എറിഞ്ഞു. പോടാന്ന് പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓടിച്ചു. നീ പൊക്കോ. ഞാനൊന്നും അല്ലടാ എന്ന് പറഞ്ഞു. കല്ലു പറക്കി എറിഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീടിനകത്ത് കയറി വാതിലടച്ചു. 3 ദിവസം പള്ളിയിൽ കാണാതെ വന്നപ്പോ ഈ മനുഷ്യൻ തികഞ്ഞന്വേഷിച്ചു പോയി. പള്ളിയിൽ കാണാതെ വന്നപ്പോ അന്വേഷിച്ചു പോയപ്പോ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അയൽവാസിയോട് ചോദിച്ചു, ഇദ്ദേഹം എന്തേന്ന്. നിങ്ങൾ അന്ന് വന്നതിന് ശേഷം ആ മനുഷ്യൻ ഈ നാട് തന്നെ വിട്ടുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഔലിയാക്കന്മാർ, ഇതാണ് മഹാന്മാർ. അവരുടെ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് നടക്കലല്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൽ അവർ ആഗ്രഹിക്കുന്നില്ല. മരണത്തിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, മരണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ. അവരെ ഇത്രത്തോളം മറച്ചു വെക്കാൻ കഴിയുമോ അത്രത്തോളം മറച്ചു വെക്കാൻ കഴിയും. അവരങ്ങനെ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ആദർശം അള്ളാഹുവിന്റെ ദീൻ അവിടെയും ഇവിടെയും പോയി വീഴാൻ പാടില്ല. കേൾക്കുമ്പോ ചിലപ്പോ നല്ലതായി തോന്നാം, പറയുന്ന നല്ലതായി തോന്നാം, പക്ഷെ അതിനകത്ത് പലതും അവർ കൂട്ടിക്കലർത്തും. നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ആദർശം മുറുകെ പിടിച്ചു ജീവിക്കണം. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ, നമ്മളെ മക്കളെ കഴിവിന്റെ പരമാവധി സുന്നിയായി തന്നെ വളർത്തി, പക്ഷെ സൗദിയിൽ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവനിപ്പോ തറാവീഹ് 8 ആയി പോയി ഉസ്താദെ. അല്ലെങ്കിൽ പഠിച്ചവനെ മഹാന്മാരും മൗലിദും റാത്തീബും എല്ലാം അവനിന്ന് തെളിവുകൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. തന്റെ മക്കള് കാരണം വല്ലാതെ സങ്കടപ്പെടുന്നവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ, വാപ്പാ നിന്റെ രക്തത്തിൽ പിറന്നു എന്ന് പറഞ്ഞിട്ട്, പെങ്ങളെ നീ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് മക്കളാകണമെന്നില്ല പെങ്ങള്. ഞാനൊരു തെളിവ് പറഞ്ഞു തരാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോ തന്റെ പൊന്നാര അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി കപ്പലിന്റെ അകത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് തന്റെ പൊന്നാര മകൻ, സ്വന്തം മകന് പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാടാ. ഇത് സാധാരണ മഴയും വെള്ളപ്പൊക്കവുമല്ല, ഇത് പടച്ച റബ്ബിന്റെ അദാബ് ഇറങ്ങിയിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഉപ്പ പറയുന്നതനുസരിക്കൂ. ഉപ്പാട പൊന്നുമകൻ ഉപ്പാട കൂടെ കപ്പലിന്റെ അകത്ത് കയറൂ. ഉപ്പാന്റെ ആദർശം മുറുകെ പിടിക്കണ. തന്റെ പൊന്നാര മകനോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തന്റെ പൊന്നാര മകനോട് പറഞ്ഞപ്പോ ആ തലതിരിഞ്ഞ മകൻ പറഞ്ഞു, വാപ്പാടെ പണി നോക്കിക്കോ. വെള്ളപ്പൊക്കമുണ്ടായാൽ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. വാപ്പാടെ കാര്യം നോക്കിക്കോ. അല്ലാഹുവേ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകൻ അവിടെ നിന്ന് പറയുന്ന ചരിത്രം ഖുർആൻ പറയുകയാ. അവസാനം തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ കിടന്നു മുങ്ങിച്ചാകുമ്പോ, തന്റെ പൊന്നാര മകന് വെള്ളത്തിൽ കിടന്നു മുങ്ങിച്ചാകുമ്പോ ഒരു പിതാവാണല്ലോ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, അല്ലാ നീ പറഞ്ഞല്ലോ പടച്ചവരെ എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരാമെന്ന് നീ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ പടച്ചവര്. ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുന്നത് എന്റെ അഹിലാ അല്ലാ, എന്റെ കുടുംബമാ അല്ലാ, എന്റെ മോനാ അല്ലാ, വേറെ ആരുമല്ല പടച്ചവന്. ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ച
ചാകുന്നത് എന്റെ പൊന്നുമോനാണ് പടച്ചവര് സംരക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ തമ്പുരാന്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി പഠിക്കണേ പെങ്ങള്. തലതിരിഞ്ഞു പോയ മക്കള് നല്ല നിലയിൽ വളർത്തികെട്ടും പടച്ചവനെ ഇന്ന് തലതിരിഞ്ഞു പോയ മക്കള് കാരണം സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ സങ്കടപ്പെടുന്നത്? അവൻ എങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ. നീ സുന്നിയായി ജീവിക്കൂ ഉമ്മമാര്, സുന്നിയായി ജീവിക്കൂ പെങ്ങന്മാര്. ഭർത്താവ് വേറൊരു ആദർശമാണെന്ന് പറഞ്ഞു നീ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. എന്റെ പെങ്ങളോട് പറയുന്ന ഉറച്ചു നിൽക്കണം പെങ്ങള്, ഉറച്ചു നിൽക്കണം പെങ്ങള്. അവന് വേണമെങ്കിൽ അവൻ വിശ്വസിക്കട്ടെ. നീ സുന്നിയായി തന്നെ ജീവിക്ക്, നീ മൗലിദ് പാരായണം ചെയ്യ്, നീ മഹാന്മാരെ സിയാറത്ത് ചെയ്യ്, മഹാന്മാരെ സ്നേഹിക്കൂ പെങ്ങളെ. നീ യഥാർത്ഥ നിന്റെ പാതയിലൂടെ പരമ്പരകൾ കൈമാറി വന്ന ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കൂ പെങ്ങള്. മക്കളെ തലതിരിഞ്ഞെന്ന് പറഞ്ഞു സങ്കടപ്പെടണ്ട. അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? നൂഹ് നബി അല്ലാഹുവിനോട് ചോദിച്ചു, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ചാകുന്നത് എന്റെ മകൻ തന്നെയാ പടച്ചവന്. അല്ലാഹു പറഞ്ഞ മറുപടി, നൂഹേ വലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബമല്ല നൂഹേ. സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ തന്നെയാണ്. എന്നിട്ടും അല്ലാഹു ആദർശം വേറെയായപ്പോ, വിശ്വാസം വേറെയായപ്പോ അല്ലാഹു പറഞ്ഞു വിട്ടേക്ക് നൂഹേ, അവൻ നിന്റെ കുടുംബക്കാരനല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദർശമെന്ന് പറയുന്നത് അമാനത്താ. അത് പടച്ചവനെ നിങ്ങൾ മുറുകെ പിടിക്കണേ, അത് പരമ്പരകൾക്ക് പകർന്നു കൊടുക്കണേ. അല്ലാഹുവിന്റെ ദീൻ നിങ്ങളുടെ മക്കൾക്ക് പരിചയപ്പെടുത്തു കൊടുക്കൂ. ആരാണ് ഔലിയാക്കന്മാർ? ആരാണ്? അല്ലാഹുവിന്റെ ഒരു ആരിഫിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരുമിച്ച് കൂടിയത് ആർക്കാണ്? സാധാരണ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ലല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയത്. കളിയാക്കുന്നവര് കളിയാക്കട്ടെ, ട്രോളണ്ടവര് ട്രോളട്ടെ. പെങ്ങളെ ഉറച്ചു നിൽക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ അറിവ് ആദർശമായിരുന്നു, ദീനായിരുന്നു. മക്കളെ തോന്നുന്നത് പോലെ നടക്കരുത്, ദീന് പറയുന്നത് പോലെ വേണം ജീവിക്കാൻ, ദീന് മുറുകെ പിടിച്ച് വേണം ജീവിക്കാൻ. അങ്ങനെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചാലേ നിങ്ങൾക്ക് നല്ല മരണം അല്ലാഹു തരൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ നിന്റെ ദീൻ മുറുകെ പിടിച്ചിട്ട് ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് മനസ്സിന്റെ ഉള്ളിലൊക്കെ പുറത്തേക്ക് വരും. ഇതിന് കൂടുതൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അകത്ത് കിടക്കണൊക്കെ പുറത്തു വരും. എന്തിനാ വെറുതെ? അള്ളാഹു നമുക്കൊക്കെ നല്ലത് പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം 12 മക്കളെ വളർത്തിയ വാപ്പയാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പ്രത്യേകത, യാക്കൂബ് നബിയുടെ 11ാമത്തെ മകനാണ് യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടി. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകൻ ഒരു ദിവസം രാവിലെ വാപ്പാനെ കാണാൻ വന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് വരിക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് എന്ന് പറയുന്ന മകൻ വാപ്പാന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് വാപ്പയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ കുട്ടി ഒരു ദിവസം വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുഅയാക അലാ, അതാ പരിശുദ്ധമായ ഖുർആൻ പറയാ, യൂസുഫ് എന്ന് പറയുന്ന ആ മകൻ ഒരു ദിവസം വാപ്പാടെ ചാരത്ത് കടന്നു വന്നു. എന്നിട്ട് ഉപ്പാനോട് പറയുകയാണ്, ഇദ് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യാക്കൂബ് നബി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്ത് 11ാമത്തെ ചെറിയ മകന് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ വാപ്പയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. നല്ലതുപോലെ പിതാക്കന്മാര് കേൾക്കണം, എന്റെ ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണം. യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ അടുക്കൽ ചെറിയ മകൻ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. അന്താരാഷ്ട്ര കാര്യമല്ല പറയുന്നത്, ഒരു സാധാരണ തന്റെ മകൻ കണ്ട ഒരു സ്വപ്നമാണ്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് എന്ത് ചെയ്തെന്നറിയോ? തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ പൊന്നുമകൻ കണ്ട സ്വപ്നം എന്താ? യാക്കൂബ് എന്ന് പറയുന്ന പിതാവ്, ആ പിതാവിന്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് ഇവിടെ. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ ആ വാപ്പയ്ക്കൊരു യോഗ്യതയുണ്ട്. ആ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം വരെ വാപ്പാന്റെ അടുത്ത് വന്ന് പറയാനുള്ള മനസ്സ് യൂസുഫിനുണ്ടായിരുന്നു. അത് കേൾക്കാനുള്ള മനസ്സ് യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് സാധാരണ ഒരാളല്ല. 12 മക്കളുടെ വാപ്പയാ, ഒരു പ്രവാചകനാ. എത്ര തിരക്കുണ്ടാകും ഒരു നബിക്ക്. ഒരു നബിയുടെ തിരക്ക് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് ഒരു പ്രവാചകന്റെ തിരക്ക് എന്ന് പറയുന്നത്. ആ തിരക്കു പിടിച്ച പ്രവാചകന് തന്റെ മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാനും കേൾക്കാനും മറുപടി പറയാനും സമയമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, നമ്മള് ഇന്നത്തെ വാപ്പായിക്ക് മക്കളുടെ ഏറ്റവും വലിയ പരാതി ഉപ്പ എന്നോട് സംസാരിക്കില്ല എന്നുള്ളതാ. ഇന്നത്തെ ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കളുടെ ഒന്നാമത്തെ പരാതി വാപ്പയും മിണ്ടൂല, ഉമ്മയും മിണ്ടൂല. സ്വന്തം മക്കളുടെ സങ്കടം കേൾക്കാൻ പോലും വാപ്പായ്ക്ക് സമയമില്ല. പണം ഉണ്ടാക്കണം, കച്ചവടം നടത്തണം, നാട്ടുകാരെ നന്നാക്കണം, പള്ളിയിലെ ഇമാമിന്റെ തെറ്റ് നോക്കണം, വേറെ ആരുടെ ഇല്ല. സ്വന്തം മോന്റെ കാര്യം നോക്കാൻ സമയമില്ല. വാപ്പയ്ക്ക് നാട് നന്നാക്കണം. എടോ, സ്വന്തം മകൻ, നാട്ടുകാരുടെ അല്ല, നിന്റെ മോനാ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മകൻ, അവന് പറയാനുള്ളത് എന്താന്ന് കേൾക്കാൻ നിനക്ക് സമയമില്ല. തിരക്ക്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം പോലും കേൾക്കാൻ സമയമില്ല. ഇതൊരു സ്വപ്നത്തിന്റെ കഥയാ. അവന്റെ ജീവിതത്തിലെ വിലപ്പെട്ട കാര്യം പോലും വാപ്പാന്ന് പറഞ്ഞ പടച്ചവനെ മക്കളെടുത്ത് മിണ്ടിക്കടിഞ്ഞ എന്തോ അത്ഭുതം, എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്ന പോലെ. ഹിറ്റ്ലറെ പോലെയാ വാപ്പ നടക്കണേ. ആരോടും മിണ്ടത്തില്ല, മക്കളോട് മിണ്ടാറില്ല, മകന്റെ മുഖത്ത് നോക്കിക്കിട്ടൊന്ന് ചിരിക്കുക പോലുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, ഉമ്മയ്ക്ക് ഫോൺ താഴെ വെക്കണ്ടേ, നാട്ടുകാരുടെ കഥകൾ മുഴുവനും കേൾക്കണ്ടേ, വല്ലവരുടെ ഒക്കെ കാര്യങ്ങൾ തീർക്കണ്ടേ. ഈ 15-കാരിയുടെ മനസ്സിന്റെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമില്ലല്ലോ. നീ കല്യാണത്തിന് പോകുമ്പോ പോലും മോളെ കൊണ്ടുപോകത്തില്ല. ഈ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞതാ, ഉസ്താദേ, എന്റെ ഉമ്മ ഒരു സ്ഥലത്ത് പോകുമ്പോഴും എന്നെ കൊണ്ടുപോകാറില്ല, ഒരൊറ്റ ഫംഗ്ഷനിൽ പോലും കൊണ്ടുപോകാറില്ല. കാരണം എന്തേ? ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണിന് നാണക്കേടല്ലേ. 9ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു മകളുണ്ടെന്ന് പറഞ്ഞ ഇവൾ ഇന്ന് 22-കാരിയെ പോലെ നടക്കണേ. പെണ്ണുങ്ങൾക്ക് നാണക്കേടാ. സ്വന്തം മകളെ കൂടെ കൊണ്ടുപോയാൽ ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് അറിയുന്നത് മാനക്കേടായി കാണുന്നു. എടാ, ഇന്ന് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എടാ, മകളും ഉമ്മായും കൂടെ പോകുമ്പോ ഇത് മകളാണോ എന്ന് വെച്ചാൽ നാണക്കേടാ, ആ സ്ഥാനത്ത് അനിയത്തിയാണോ എന്ന് വെച്ചാൽ വലിയ സന്തോഷവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം മകളും ഉമ്മായും കൂടെ പോകുമ്പോ ചുമ്മാതൊന്ന് ചോദിച്ചു നോക്കിയേ, അനിയത്തിയ, എന്റെ മോള് അനിയത്തി, അങ്ങനെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പിന്നെ ആരുടെ കാര്യം? നീ നിന്റെ മോന്റെ കാര്യം കേൾക്കണം, അവന്റെ സങ്കടം കേൾക്കണം. അല്ലാതെ നീ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കാൻ പാടുള്ളൂ. അത് പണ്ടത്തെ കാലമൊക്കെ മാറി.
കാലമൊക്കെ മാറി. പണ്ട് വീടിനിങ്ങനെ നീ ആയിരുന്നു വീട്ടിലെല്ലാം, അതുകൊണ്ട് നീ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കൂ. ഇന്ന് അങ്ങനല്ല. ആ കുട്ടികൾക്കും അവകാശമുണ്ട് പറയാൻ. അവരുടെ അവകാശം കൂടെ കേൾക്ക്. നല്ലതാണെങ്കിൽ കേട്ടാ മതിയല്ലോ. എടാ, നിന്റെ മകന് പഠിക്കണം, അവൻ എന്തു പഠിക്കണം, അത് ചോദിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്, അത് പറയാനുള്ള അവകാശം അവനുമുണ്ട്. വാപ്പ, എനിക്ക് ഇന്നത് പഠിക്കണം, അവന്റെ ആഗ്രഹം കേൾക്ക്. ഒരു പെണ്ണിന്റെ കല്യാണം വരുന്നു, അവളോട് ചോദിക്കും അവളുടെ അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കളെ കൂടെ പരിഗണിക്കണം. ഞാനിപ്പോ എന്റെ മകനോട് ചോദിച്ചു, എന്താടാ നിന്റെ ആഗ്രഹം? എന്റെ മകനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? അവൻ പറഞ്ഞു, ഉപ്പ, എനിക്ക് പോലീസുകാരനാവണം. വെടി കൊണ്ടതുപോലെ വിചാരിയിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താന്ന്? ഒരുത്തം പറഞ്ഞു, എനിക്ക് ഒന്നാമത് ഒരുത്തം പറഞ്ഞു പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം? എനിക്ക് പൈലറ്റ് ആകണം പാപ്പ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തവനോട് ചോദിക്കാൻ നിന്നില്ല. ഈ രണ്ടും നടക്കുമോ ഇല്ലയോ എന്നല്ല, എന്റെ മക്കൾ അത് പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായി. വേണ്ട എന്ന് പറഞ്ഞില്ല. ഞാൻ ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പോലീസോ പൈലറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ വാപ്പായ്ക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഹാഫിളീങ്ങളാകണം. വാപ്പാടെ ആഗ്രഹം ഹാഫിൾ ആയി കഴിഞ്ഞ് നീ ആര് വേണമെങ്കിലും ആയിക്കോ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ ആലിമ ഹാഫിളാകണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിക്കണം. അള്ളാഹു എന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരാമി പറ, അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അത് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ തയ്യാറായി, അവൻ പഠിക്കാൻ പോയി. നമ്മളുടെ മക്കളുടെ അഭിപ്രായം തെറ്റാണോ പറയുന്നത്, അവന് തിരുത്തി കൊടുക്കുക. അതാ ചെയ്യേണ്ടത്. മക്കളുടെ അഭിപ്രായം ചോദിക്കണം. അത് ചരിത്രങ്ങൾ പഠിപ്പിച്ചങ്ങനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന് പറയുന്ന 11 വയസ്സുകാരനെ അറക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയ ചരിത്രം അറിയല്ലോ. അറക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഉപ്പച്ചി ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടടാ, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? ഇവിടെ 25കാരനോട് ചോദിക്കത്തില്ല. ആ 11 വയസ്സിന് താഴെ പ്രായമുള്ള മകനോട് ചോദിച്ചു, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? മകൻ എന്താ പറഞ്ഞത്? പാപ്പാ, ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറഞ്ഞ എന്താന്ന് വെച്ചാൽ അനുസരിച്ചേക്കാൻ. അതാ മക്കള്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ മകളോട് സംസാരിക്കുക. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെങ്കിൽ നീ അവളുടെ മുമ്പിൽ ഒന്ന് ഇരിക്കണം. നിന്റെ മകളോട് നീ സംസാരിക്ക്. നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. അവസാനം വല്ലയിടത്തും പോയി പെട്ടുപോയതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മക്കളുടെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയം ഉണ്ടാകണം. നാട്ടുകാരെ വിട്ടേരെ, തൊഴിലുറപ്പ് പണിയൊക്കെ വിട്ടേരെ, അതൊക്കെ വിട്. അതൊക്കെ വേറെ ആൾക്കാർ നോക്കിക്കൊള്ളും. നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ കുടുംബം നോക്ക്. നിന്റെ നാട് പിന്നെ നന്നാക്കാം. ആദ്യം കുടുംബം നന്നാക്ക്. ആദ്യം നമുക്ക് നന്നാകാം. ഇവൻ നാട് നന്നാക്കാൻ നടക്കാം. പെണ്ണുമ്പോൾ ഒരു കൊലത്ത്, മക്കളൊരു കൊലത്ത്. എന്ത് നാട് നന്നാക്കാൻ? ആദ്യം നമ്മൾ നന്നാകണം. എന്നിട്ട് വേണം മക്കളെയും കുടുംബത്തെയും നന്നാക്കാൻ. എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. സിറാജ് മക്കളെയും പെണ്ണുമ്പിള്ളയും തിരിഞ്ഞു നോക്കാതെ വഴുതു പറഞ്ഞ് നിങ്ങളെ നന്നാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, ആദ്യം ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാകണം. ആദ്യം ഞാൻ നന്നാകണം. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ.